കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവവചനത്തിന്റെ മാധുര്യം, ദൈവവചനത്തിന്റെ ശക്തി, അത് മനുഷ്യന്റെ ബുദ്ധിക്കും മനുഷ്യൻ അറിഞ്ഞതിനെല്ലാം അപ്പുറത്ത്. ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവവചനത്തിന് ചെയ്യാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. കർത്താവിന്റെ വചനം ശക്തിയുള്ളതാണ്. ഇരുവായ്ത്തല വാൾ, മൂർച്ചയുള്ള വാളാണ്. ഇരുവായ്ത്തല മൂർച്ചയുള്ള വാളാണ് കർത്താവിന്റെ വചനം. കർത്താവിന്റെ വചനം നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളെ തുളച്ചു ചെല്ലുന്നത്. വചനത്തെക്കുറിച്ച് നമ്മളെ വായിക്കുമ്പോൾ വചനത്തെക്കുറിച്ച് പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്, വചനം ഒന്ന് പറഞ്ഞാൽ മതി, അത്ഭുതം സൗഖ്യമാ, വചനം പറഞ്ഞാൽ മതി, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. യേശുവിന്റെ അടുക്ക് വന്നവരെല്ലാം പറഞ്ഞു, അവന്റെ വാക്ക് വിശ്വസിച്ചു പോയി. ആണ് അവന്റെ വാക്കിന് അത്രയും ശക്തിയാണ്. പ്രൈസ് ഗാഡ്. പ്രിയപ്പെട്ട ഒരു ദൈവവചനം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ അറിവിനും നമ്മുടെ ഈ പരിമിതമായ ചിന്തകൾക്കകത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല ദൈവവചനം. അതിനെല്ലാം അതീതമായ നമ്മുടെ ചെറിയ ചെറിയ ബുദ്ധിയുടെ, ചെറിയ ചെറിയ അറിവുകളുടെ, ചെറിയ കാഴ്ചപ്പാടുകളുടെ അകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു ദൈവമല്ല ആ വചനമല്ല ഇത്. വചനം അതിന് അസാധാരണമായ നിലയിൽ അതിരുകൾ കടന്നു പോകുന്ന വചനമാണ് ദൈവവചനം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവവചനത്തിന്റെ ആഴത്തെയും മർമ്മങ്ങളെയും ഹല്ലേലൂയ നിങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ അത് ആഴവും മർമ്മവും മനസ്സിലാക്കി ബുദ്ധി നിറയ്ക്കാനല്ല. നാം ആരാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ ജയമിരിക്കുന്നത്. നമുക്ക് നമ്മളെക്കുറിച്ചൊരു അറിവുണ്ടായിരിക്കണം. നാം ക്രിസ്തുവിൽ ആരാണ്, നാം ക്രിസ്തുവിൽ ആരാണെന്നുള്ള ബോധ്യം നമ്മുടെ അകത്ത് ഉണ്ടാകുന്നത്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ പ്രാപിച്ച കാര്യങ്ങൾ എന്തുമാട്ടെ, നമ്മൾ എവിടെ വരെ എത്തിയാലും അതെല്ലാം അവിടെ കൊണ്ട് നിൽക്കും. പക്ഷെ ക്രിസ്തുവിൽ നാം ആരാണെന്നും ക്രിസ്തു ആരാണെന്നും ദൈവസ്നേഹം എന്താണെന്ന് തിരിച്ചറിയാത്തിടത്തോളം നമ്മുടെ ജീവിതത്തിന് അർത്ഥം നമ്മൾ കണ്ടുപിടിക്കാൻ കഴിയുന്നത്. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പക്ഷെ എപ്പോഴാണോ അതായത് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ പ്രാപിക്കാനായിട്ട് ലോകത്ത് ഒത്തിരി സോഴ്സസ് ഉണ്ട്, ഒരുപാട് സോഴ്സ് ഉണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും സാഹചര്യങ്ങളില്ല. ഇന്ന് ശാസ്ത്രം പോലും ചില കാര്യങ്ങൾ അത്ഭുതകരമായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കാണുന്ന പല കാര്യങ്ങളും അത്ഭുതമല്ലേ? നിശ്ചയമായിട്ടും. അപ്പം ഈ അത്ഭുതങ്ങൾക്ക് ധാരാളം നാമങ്ങളുണ്ട്, ധാരാളം സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അതിനെല്ലാം അപ്പുറമാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്. ക്രിസ്തുവിനെ കുറിച്ച് അറിയാനായിട്ട് പുസ്തകങ്ങൾ വായിച്ചാൽ, ക്രിസ്തുവിനെ കുറിച്ച് അറിയാനായിട്ട് നമ്മൾ ഇന്റർനെറ്റിലോ പല സ്ഥലത്ത് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം അറിവ് കിട്ടും. അത് ചിലതൊക്കെ വളരെ പുതിയതായിരിക്കാം, ചിലതൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഐ ഓപ്പണർ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അങ്ങനെയുള്ളതായിരിക്കാം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അത്ഭുതപ്പെട്ടു. ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ വചനത്തിനകത്തൊരു അർത്ഥം, ഇങ്ങനെ ഉണ്ടായിരുന്നു അർത്ഥം. നമുക്ക് ഒരുപക്ഷെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കാര്യം കേൾക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ഓവർ എക്സൈറ്റഡ് ആയിട്ട് ഇത് കേട്ടാൽ ഇതൊക്കെ സാധ്യമാണ്. അതിനുള്ള സാധ്യതകൾ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷേ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് is different than knowledge. അറിവിന് അതീതമാണ് വെളിപ്പാട്. ഈ വെളിപ്പാട് എന്ന് പറയുമ്പോൾ ആ വെളിപ്പാട് കിട്ടുന്ന ഒരാൾക്ക് മനസ്സിലാവും ക്രിസ്തു എവിടാ, ക്രിസ്തുവിന്റെ നേച്ചർ എന്താ, ക്രിസ്തു ഞാനുമായിട്ടുള്ള ബന്ധം എന്താ. ഈ വെളിപ്പാട് എന്നെ പുത്രനാക്കി മാറ്റും. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ക്രിസ്തു ദൈവപുത്രനാന്നുള്ള അറിവിനകത്ത് നിർത്തും. പക്ഷെ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് എന്നെ ദൈവപുത്രനാക്കി മാറ്റും. പ്രൈസ് ഗോഡ്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ ഒരു കാര്യം. ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളിൽ നമ്മൾ ഉന്നതങ്ങളിൽ എത്തിയാലും ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കാതെ, ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്നുള്ള ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്, നിങ്ങൾക്ക് ഒരിക്കലും കർത്താവ് ആഗ്രഹിച്ച ലെവലിൽ എത്താനായിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് പ്രയാസം നിറഞ്ഞതായിട്ട് മാറും. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഇന്ന് പ്രാപിക്കാൻ ആഗ്രഹിക്കേണ്ട കാര്യം എന്താ? ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവല്ല, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റും, നിങ്ങളുടെ ജീവിത രീതിയെ മാറ്റും, നിങ്ങളുടെ ശൈലിയെ മാറ്റും, നിങ്ങളുടെ പെരുമാറ്റത്തെ മാറ്റും. അതുമാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം വരെ നിങ്ങൾ ഭയന്നിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ ധൈര്യത്തോടെ അഭിമുഖീകരിക്കും. കണ്ട് പേടിച്ചോടത്തില്ല, അത് വിട്ടുകളയത്തില്ല. ആ വിഷയത്തിൽ ഇടപെട്ടാൻ പോയി വലിയ പ്രശ്നമാണ്.
നമുക്കത് വിട്ടേക്കാം. അങ്ങനെ വിട്ടുകളയത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാം? നിങ്ങളുടെ അകത്ത് ഹല്ലേലൂയ ആമേൻ കർത്താവിനെ കുറിച്ച് കർത്താവിന്റെ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വരുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ആമേൻ, നിങ്ങൾ ഇതുവരെ ഭയന്ന് നിന്ന കാര്യങ്ങളെ ധൈര്യത്തോടെ നിങ്ങൾ അഭിമുഖീകരിക്കും. ഹല്ലേലൂയ അതിനെ നിങ്ങൾ മറികടക്കും, ജയിക്കും. അതിൽ നിങ്ങൾ ജയാളികളായി മാറിയിരിക്കും. ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യം ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവല്ല. ഞാനത് വീണ്ടും പറയുക, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ക്രിസ്തു ദൈവപുത്രനാണെന്നുള്ള അറിവിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. എന്നാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് അല്ലെങ്കിൽ നിങ്ങളും ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ബോധ്യം നമുക്ക് തരും. അതാണ് വെളിപ്പാടും അറിവും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നിങ്ങൾ ചോദിച്ചേക്കാം, പത്രോസിന് അങ്ങനെ പുത്രത്വത്തിന്റെ ബോധ്യം വന്നോ? പത്രോസ് പറഞ്ഞൊരു കാര്യമാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. മത്തായിയുടെ സുവിശേഷം 16 മത്തായിയുടെ 16 വാക്യത്തിൽ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോ യേശു പറഞ്ഞത്, ഇത് പത്രോസ്, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, ഇത് പിതാവാണ്, സ്വർഗസ്ഥനായ പിതാവാ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. അപ്പൊ സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി ഈ വെളിപ്പാട്, ആ വെളിപ്പാടിനകത്ത് ഹല്ലേലൂയ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി. അപ്പൊ പുത്രനെ കുറിച്ചുള്ള അറിവ് നിനക്ക് കിട്ടി, വെളിപ്പാട് കിട്ടി. യെസ്, ക്രിസ്തു ആരാണെന്നുള്ള അറിവ് കിട്ടി. എന്നാൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ, 1 കൊരിന്ത്യർ ലേഖനത്തില് അതിന്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത്, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യനും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അടുത്ത് പറയുന്ന ഒരു കാര്യം, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ നമുക്കിത് കിട്ടിയത്, നമുക്കിത് അറിവല്ല, ഇത് വെളിപ്പാടാണ്, റെവലേഷൻ. ഇത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന റെവലേഷൻ. അപ്പൊ നമുക്കറിയാം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പത്രോസിന് കിട്ടിയ വെളിപ്പാട്. പത്രോസ് ഇങ്ങനെ പറയുന്നത്, പത്രോസിനോട് യേശു ഇങ്ങനെ പറഞ്ഞു, സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തി. പിതാവ് വെളിപ്പെടുത്തുമ്പോ അത് അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, പിതാവിനെ കുറിച്ച് പിന്നെ പറയുന്നത് സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറയും. പക്ഷെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ചുകൊണ്ടാണ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത്. അവിടെയാണ് നമുക്കൊരു ബോധ്യം ഉണ്ടാകുന്നത്, ഞാനും ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള ബോധ്യം നമ്മുടെ അകത്തുണ്ട്. പ്രിയപ്പെട്ട ഒരു ദിവസങ്ങളിൽ നിങ്ങൾ ഹല്ലേലൂയ ആമേൻ ഈ വചനം കേൾക്കുമ്പോൾ, നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഹല്ലേലൂയ വചനത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളത്. ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും മേഖലകളിൽ ഹല്ലേലൂയ ആമേൻ നിങ്ങളുടെ ഫോക്കസ് തെറ്റിയിട്ടുണ്ടെങ്കിൽ, ദൈവവചനത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്, ദയവായി നിങ്ങൾ ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണം. നിങ്ങൾ ആ വചനത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ പുതിയ തുടക്കം, അതായത് ഞാൻ പറയാം, ഇന്ന് നിങ്ങൾ ക്രിസ്തുവിന്റെ വെളിപ്പാട് പ്രാപിച്ച ഇന്നാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ആരംഭ ദിവസം എന്ന് പറയാം. അതുപോലെ നിങ്ങൾ മാറ്റും. നിങ്ങൾ മുഴുവൻ, അത് ആത്മീയമായ തലത്തിലല്ല മാത്രമല്ല ഞാൻ പറയുന്നത്, ആത്മീയ തലത്തിലും അതുപോലെ തന്നെ. എന്നാൽ നിങ്ങളുടെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സകല മേഖലകളിൽ ആ പുത്രത്വത്തിന്റെ പകർച്ച നിങ്ങൾ അനുഭവിക്കാം. ദാറ്റ് ഈസ് പോസിബിൾ. അത് സാധ്യമാണ്, അത് സാധ്യമാണ്. അതേ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് വചനത്തിലേക്ക് മടങ്ങി വരും, വചനത്തിലേക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് അവൻ സ്നാനപ്പെട്ട് കഴിഞ്ഞ ഉടനെ ദേവാലയത്തിൽ ചെന്ന് അവന് തിരുവെഴുത്ത് വായിക്കാൻ കൊടുത്തു. അവന് പതിവ് തെറ്റി പോയതൊന്നും അല്ല. നമ്മൾ ആ വചനത്തിൽ കാണുന്ന ഇങ്ങനെയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു ദേവാലയത്തിൽ പോയതിനെ കുറിച്ച് ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ പതിവ് പോലെ ദേവാലയത്തിൽ ചെന്നെന്നാണ് പറയുന്നത്. അല്ലാതെ ഇങ്ങനെ ആത്മാവിനെ പ്രാപിച്ചു, ഇല്ലെങ്കിൽ ആത്മാവിൽ നിറഞ്ഞതുകൊണ്ടൊന്ന് ചർച്ചയിൽ പോയേക്കാന്ന് പറഞ്ഞ് പോയതല്ല. അവിടെ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവൻ ഹല്ലേലൂയ അവൻ അന്ന് ദേവാലയത്തിൽ ചെന്നു. അവിടെ ദേവാലയത്തിൽ ചെന്നു. അവന് ദേവാലയത്തിൽ ചെന്ന് ദൈവവചനം വായിച്ചപ്പോൾ അവൻ പള്ളിയിൽ ചെന്ന് ദേവാലയത്തിൽ ചെന്നു. അതിന്റെ 4-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 16-ാമത്തെ വാക്യം. അവൻ വളർന്ന നസറേത്തിൽ വന്ന് ശബത്തിൽ തന്റെ പതിവ് പോലെ, അത് ഒരു പുതിയ കാര്യമല്ല, പതിവ് പോലെ എല്ലാ ആഴ്ചയും ചെയ്യുന്ന കാര്യം, എല്ലാ ശബത്തിലും അവൻ ദേവാലയത്തിൽ പോകാറുണ്ട്. അതുപോലെ തന്നെ
അവൻ ഹല്ലേലൂയ ശബത്തിൽ പള്ളി പോയി. ആ ശബത്ത് ദിവസം സെനഗോഗിൽ ചെന്നവനായ യേശു ബൈബിൾ തുറന്ന് വായിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, തിരുവെഴുത്ത് ഇങ്ങനെയാണ് വായിച്ചത്. അവിടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ഉള്ളത് കൊണ്ട് 18-ാമത്തെ വാക്യം 19-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായം 18-ാം വാക്യവും 19-ാമത്തെ വാക്യം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും. കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാൻ കർത്താവ് വന്നതിന്റെ ഉദ്ദേശം പറയുക, ഇവിടെ രോഗികളെ സൗഖ്യമാക്കാൻ. തീർച്ചയായിട്ടും അതെ, നിശ്ചയമായിട്ടും അത് തന്നെയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്തു, അത് തന്നെയാണ്. പക്ഷെ വന്നത് പ്രസംഗിക്കാനായിട്ട്. അതായത് അവർ ഇതുവരെ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് അനുഷ്ഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനതീതമായതാണ് ദൈവത്തിന്റെ പ്ലാൻ എന്ന്, ദൈവത്തിന്റെ പദ്ധതി, ദൈവസ്നേഹമെന്ന്. ദൈവസ്നേഹത്തെക്കുറിച്ച് യഥാർത്ഥമായ കാഴ്ചപ്പാട് ഇവർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇവരുടെ അകത്തുള്ള പരിമിതമായ അറിവിനകത്താണ് ദൈവത്തെ ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതിനതീതനാണ് ദൈവമെന്ന് കാണിച്ചു കൊടുക്കുക. അതിന് പ്രസംഗിക്കാനായിട്ടാണ് കർത്താവ് വന്നത്, വിടുതൽ പ്രസംഗിക്കാനായിട്ട്. നമുക്കറിയാം ഇവര് സ്വാതന്ത്ര്യം പറയുന്ന ആളുകളാണ്. യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 32-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് പറഞ്ഞ ഉടനെ അവർ പറയുന്ന കാര്യം എന്നാ? ഞങ്ങൾ ആർക്കും അടിമകളായിട്ടിരുന്നിട്ടില്ല, കാരണം ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്. അപ്പൊ ഈ പറയുമ്പോഴും അവർ അടിമകളാണ്. പക്ഷെ കർത്താവ് പറഞ്ഞൊരു കാര്യം, കർത്താവ് 18 വർഷം കൂനിയായ ഒരു സ്ത്രീ സൗഖ്യമാക്കിയപ്പോ കർത്താവോട് ഉപയോഗിച്ചൊരു വാക്കുണ്ട്. ഇതാണ് പറഞ്ഞത്, സാത്താൻ ബന്ധിച്ചവളായ അബ്രഹാമിന്റെ സന്തതിയായി ഇവളെ വിടുവിച്ചു വിടേണ്ടതല്ലേ. സാത്താൻ ബന്ധിച്ചിരുന്ന. അപ്പൊ അവിടെ കർത്താവ് വന്നത് യഥാർത്ഥമായ സ്വാതന്ത്ര്യം പ്രസംഗിക്കാനായിട്ടാണ്. യഥാർത്ഥ ഫ്രീഡം, സ്വാതന്ത്ര്യം എന്താണെന്ന് അവരുടെ ജീവിതത്തെ ഒന്ന് തിരിച്ചറിയാൻ, മനസ്സിലാക്കി കൊടുക്കാനായിട്ട് കർത്താവ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ ആ സ്വാതന്ത്ര്യം ഇരിക്കുന്നത് ഇറങ്ങുമല്ല, വചനത്തിലാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചേക്കാം, അതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ട്. വചനത്തിന് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, കർത്താവ് ആത്മാവാകും. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം. കർത്താവ് ആത്മാവാകും. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. The Lord is Spirit. Where there is the Spirit of the Lord, there is freedom. അപ്പൊ അതും ഇതുമായിട്ട് എന്താ ബന്ധം? നിങ്ങൾ ചോദിച്ചേക്കാം. യെസ്, ബന്ധമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 63-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ആത്മാവ് ജീവിപ്പിക്കുന്നു, ജഡം ഒന്നിനും ഉപകരിക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ ആത്മാവും ജീവനുമാണ്. അപ്പൊ ഈ വിടുവിച്ചയക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ വചനം ഏതാണ്? ആത്മാവ്. അതായത് കർത്താവ് പൗലോസിലൂടെ പറഞ്ഞൊരു കാര്യമാണ്. പൗലോസ് പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾ അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ പ്രോഗ്രാം, ഈ TV പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഒരുപക്ഷെ ചർച്ചിൽ പോകാൻ കഴിയുന്ന ആളായിരിക്കത്തില്ല, ഒരു പ്രേയറിനോ എങ്ങും പോകാനുള്ള സാധ്യത ഉള്ളവരായിരിക്കത്തില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിന് നിങ്ങൾ പറയുക, ഐ ബിലീവ് ഇൻ ഗോഡ്, ഐ ബിലീവ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും വിശ്വസിക്കുന്നുവെന്ന് നിങ്ങൾ കേൾക്കുന്ന വചനത്തെ നിങ്ങളുടേതായിട്ട് സ്വീകരിച്ചാൽ ഇന്ന് കേൾക്കുന്ന ഈ വചനം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റാൻ ശക്തിയുള്ളത്. It's powerful. It is powerful. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ എവിടെ നിങ്ങൾ പ്രയാസപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ പ്രയാസങ്ങളെ മുഴുവൻ മാറ്റി നിങ്ങളെ അനുഗ്രഹത്തിന്റെ പടവുകൾ
കയറ്റിക്കൊണ്ടുപോകാനായിട്ട് ശക്തിയുള്ളത് ദൈവത്തിന്റെ വചനം. നിങ്ങൾ ഇന്ന് വിശ്വസിച്ചേ, നിങ്ങൾ ഇന്ന് രോഗികളായിട്ട് എന്നെ കാണുന്നവരുണ്ടോ? നിങ്ങൾ വിശ്വസിച്ചേ, വചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്റെ രോഗം യേശു ക്രൂശിൽ ചുമന്നു, യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അത് എന്റെ അവകാശം. നിങ്ങൾ വിശ്വസിച്ചേ. മിസ്രൈമിറക്കി വരുത്തി ഒരു ബാധയും നിന്റെ മേൽ വരുത്തത്തിൽ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിച്ച് നടുവിൽ നിന്ന് രോഗത്തെ നീക്കിക്കളയും, ഗർഭമലസുന്നോളും മച്ചിയും നിന്റെ ദേശത്തുണ്ടാവുകയില്ല, നിന്റെ ആയുസ്സിനെ പൂർത്തീകരിക്കുമെന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ അവകാശമാണ്. അതെ, നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണറുകളാൽ സൗഖ്യം വന്നു ഇരിക്കുന്നു എന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതെന്റേതാണെന്ന് നിങ്ങളായിരിക്കുന്ന രോഗക്കിടക്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ ആ വചനം നിങ്ങളിൽ ക്രിയ ചെയ്യും. എന്റെ ഈ കൈകളല്ല, എഴുതപ്പെട്ട വചനം, ദൈവവചനം, പറയുന്ന വചനം, കേൾക്കുന്ന വചനം, ക്രിസ്തുവിന്റെ വചനം, ജീവിപ്പിക്കുന്ന വചനം, പുനരുത്ഥാനത്തിന്റെ വചനം. നിങ്ങൾ ഈ വചനത്തെ സ്വീകരിച്ചാൽ, വചനത്തെ വിശ്വസിച്ചാൽ, ഈ വചനം നിങ്ങളുടെ അകത്ത് നിർജീവമായതിന് ജീവൻ പിടിപ്പിച്ച് എഴുന്നേൽപ്പിക്കും. ആമേൻ. അതിനൊരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. അപ്പൊ നമുക്ക് നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷ കാലത്ത് കർത്താവ് ആദ്യം വന്നുടനെ പ്രസംഗിച്ചു എന്നാ പറഞ്ഞു. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടിട്ട് കർത്താവ് പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചെന്നറിയാം? ദൈവരാജ്യത്തെ കുറിച്ചാണ് പ്രസംഗിച്ചത്. തുടങ്ങിയത് ദൈവരാജ്യത്തെ കുറിച്ച് തന്നെയാണ്. എന്നാൽ പിന്നെയും നമ്മൾ കാണുന്ന ഒരു കാര്യം, അപ്പോസ്തല പ്രവൃത്തിയിൽ താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് കൂടെ ഇരുന്നിട്ട് അതിന്റെ 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞ് വചനത്താൽ അവരെ ഉറപ്പിക്കുകയായിരുന്നു. കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം എന്താണ്. ഇവിടെ തീർന്നില്ല. കർത്താവ് ആമേൻ ഇവരെ വചനം, ദൈവവചനത്തിന്റെ പ്രത്യേകതയിലേക്ക് ഇവര് ഓരോ സ്റ്റെപ്പും ഇവർ വരികയാണ്. നമുക്ക് അവരെ കുറിച്ച് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, അവരുടെ ഇടയിൽ അവര് സഭ തുടങ്ങിയ കാലത്ത് വലിയ ഉപദ്രവവും പീഡനവും ഉണ്ടായി. ആ സമയത്ത് അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ച ഒരു കാര്യം എന്താണെന്നറിയോ? കർത്താവേ, ഞങ്ങൾക്ക് വചനം പറയാനുള്ള കൃപ തരണം. അവര് പ്രാർത്ഥിച്ച ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങൾക്ക് വചനം പ്രസ്താവിക്കാനുള്ള കൃപ തരണം. നമുക്ക് അതിന്റെ അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 4-ാമത്തെ അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അവരാവശ്യപ്പെട്ടൊരു കാര്യം, ഞങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ, ഈ വെല്ലുവിളികളുടെ നടുവിൽ ഞങ്ങൾക്ക് നിൽക്കാനായിട്ട് വേണ്ടത് വചനം പറയാനുള്ള പ്രാഗൽഭ്യമാണ്, ധൈര്യമാണ് വേണ്ടത്. ഈ 4-ാമത്തെ അധ്യായത്തിൽ വചനം പറയാനുള്ള ധൈര്യമാണ് അവർ ചോദിച്ചത്, വചനം പറയാനായിട്ട്. അപ്പോഴ് നമ്മൾ ദൈവജനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പെട്ടെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞവരായി. അടുത്ത് എഴുതിയിരിക്കുന്ന കാര്യം ഇതാ, ഹല്ലേലൂയ, ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അപ്പൊ അവർ പ്രസ്താവിച്ച കാര്യമാണ് ദൈവവചനം. അവരവിടെ ചെന്ന് പ്രസംഗിച്ച് ദൈവവചനം. ആരാ? പത്രോസ് ഉൾപ്പെടുന്ന കൂട്ടം. അപ്പൊ ഈ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം, പത്രോസാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി കൂടെ പോകുന്ന ആള്. പത്രോസിനെയാണ് അവരെ തടവറയിൽ കൊണ്ടിട്ട്, പത്രോസിനോടാണ് അവർ ഉപദ്രവിക്കുന്നത്, പത്രോസിനെ വിരോധമായിട്ട് എഴുന്നേറ്റത്. കാരണം യോഹന്നാനും പത്രോസിലൂടെയാണല്ലോ ആദ്യത്തെ അത്ഭുതം നടക്കുന്നത്. അപ്പൊ പത്രോസ് ഇവിടെ ഈ വചനം പറയാനുള്ള ധൈര്യം പ്രാപിച്ചപ്പോ ഏറ്റവും കൂടുതൽ എന്റെ ബെനിഫിറ്റ് ഉണ്ടായ ആള് പത്രോസാണ്. ഈ വചനം പറയാനായിട്ട് ഇവർ വചനം ധൈര്യത്തോടെ പ്രസ്താവിക്കാൻ തുടങ്ങി. അവർ വചനം ധൈര്യത്തോടെ പറയാൻ തുടങ്ങി. അങ്ങനെ വചനം ധൈര്യത്തോടെ പറയാനായിട്ട് അവർ പോയിടത്തെല്ലാം വചനം പറയാനായിട്ട് തുടങ്ങി. അങ്ങനെ അവർ വചനം പറയാനായിട്ട് തുടങ്ങിയപ്പോ ഹല്ലേലൂയ, നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്. 5-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം, അപ്പോസ്തലന്മാരുടെ കൈയാൽ ജനത്തിനിടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു.
എപ്പോഴാണ് അല്ലെങ്കിൽ അവർ വചനം ധൈര്യത്തോടെ പ്രഖ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങൾ വചനം പ്രഖ്യാപിച്ചാൽ മതി, വചനം പറഞ്ഞാൽ മതി, വചനത്തോട് അകമ്പടി പിടിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ തന്നെ വരും. ഹല്ലേലൂയ. നിങ്ങൾ വചനം പറയുമ്പോൾ, നിങ്ങൾ വചനം വിളിച്ചു പറയുമ്പോൾ വചനത്തിന് വചനത്തിന്റെ അകമ്പടിയോടുകൂടെ, ഹല്ലേലൂയ, വചനത്തോടുകൂടെ എന്താണെന്നറിയും, ഹല്ലേലൂയ, ആമേൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ, ഹല്ലേലൂയ, അറിവാണ്, ദൈവവചനത്തിന്റെ ഉറപ്പാണ്, ദൈവവചനത്തെ കുറിച്ചുള്ള ബോധ്യമാണ്. ആ വചനത്തിന്റെ ബോധ്യം നിങ്ങളുടെ അകത്ത് വരുമ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറും. അതേ പ്രിയപ്പെട്ട ഒരു സാഹചര്യങ്ങൾ മാറും. ഹല്ലേലൂയ, നിങ്ങൾ ഒരിക്കലും കർത്താവിന്റെ പ്രവൃത്തിയെ ചെറുതായിട്ട് കാണരുത്. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടുള്ളവരായിട്ട് മാറണം, ദൈവവചനത്തെ സ്നേഹിക്കുന്നവരായിട്ട് മാറണം, ദൈവവചനത്തെ വിശ്വസിക്കണമെന്നേ. ആ വചനം, ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മുഴുവൻ, അത് എത്ര തകിടം മറിഞ്ഞു കിടക്കുന്ന ആയിക്കോട്ടെ, എത്ര പ്രതിസന്ധി നിറഞ്ഞായിക്കോട്ടെ, വചനം നിങ്ങളുടെ അവസ്ഥയെ മാറ്റും. ഇവിടെ അവർ പറഞ്ഞ കാര്യം, വചനം പറയാനായിട്ട് ഞങ്ങൾക്ക് ധൈര്യം വേണം, വചനം പറയാനായിട്ട് കൃപ വേണം. അവരാവശ്യപ്പെട്ടൊരു കാര്യമാണ്. ഇത്രയും വലിയ വെല്ലുവിളികളുടെ മുമ്പിൽ ഞങ്ങൾ നിൽക്കുക, ഞങ്ങള് തടവറയിലാക്കുന്നു, വെറുതെ ഞങ്ങളെ ഉപദ്രവിക്കുന്നു, ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടത് പ്രൊട്ടക്ഷൻ അല്ല, ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടത് ഒന്നുമല്ല, ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ട ഒരു കാര്യമുണ്ട്, ധൈര്യത്തോടെ വചനം പറയാനുള്ള കൃപ വേണം. പ്രിയപ്പെട്ട, ഹല്ലേലൂയ, ആമേൻ. പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയോടെ പെന്തക്കോസ്ത് നാളിൽ, ആമേൻ, ആ 120 പേർ കൂടിയിരുന്ന സ്ഥലത്ത് എങ്ങനെ ദൈവശക്തി ഇറങ്ങിയോ അതുപോലെ തന്നെ ഇവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങത്തക്കവണ്ണം ദൈവ മഹത്വത്തോടെ ഇറങ്ങി. പ്രിയപ്പെട്ടവർ, ചിന്തിച്ചു നോക്കിക്കോ, അവിടെ വലിയ, ആമേൻ, ചലനം ഉണ്ടായി. എന്താണ് ചലനം ഉണ്ടായത്? അവർ വചനം പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. എങ്ങനെയാ? ധൈര്യത്തോടെ വചനം പറയാൻ തുടങ്ങിയപ്പോൾ 4-ാം അധ്യായത്തിൽ അവർ ധൈര്യത്തോടെ വചനം പറയാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ 5-ാം അധ്യായത്തിൽ പറയാ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവിടെ നമുക്കറിയാം 3-ാമത്തെ അധ്യായത്തിൽ പത്രോസിലൂടെ മാത്രമാണ് അത്ഭുതം നടന്നതെന്ന് കാണുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ആമേൻ, പത്രോസിലൂടെ മാത്രം നടന്നത്. ഞാനിതിനെ ഇങ്ങനൊന്ന് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ചിന്തിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. കാരണം പത്രോസ്, ഹല്ലേലൂയ, അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ വലിയ ആത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോ പത്രോസ് മാത്രം ഒറ്റയ്ക്ക് എഴുന്നേറ്റ് വചനം പറഞ്ഞത്. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ചും വളരെ ധൈര്യത്തോടെ പത്രോസ് പ്രഖ്യാപിച്ചു. ഹല്ലേലൂയ. ആ പത്രോസിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. ഹല്ലേലൂയ. അതിന് 31-ാമത്തെ, ഇങ്ങനെ അവർ പ്രാർത്ഥിച്ചപ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 4:31, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാ നിറഞ്ഞവരായി. ആമേൻ. ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ആരാ? എല്ലാവരും. ആരും, ഹല്ലേലൂയ, പത്രോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, സകലരും പറയാൻ തുടങ്ങി. അവരെല്ലാരും പറയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവർ, അങ്ങനെയാണെങ്കിൽ 5-ാം അധ്യായത്തിന്റെ 12 എന്താ തെറ്റ്? അപ്പോസ്തലന്മാരുടെ കൈയാൽ ജനത്തിനിടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കാൻ തുടങ്ങി. ആമേൻ. എല്ലാവരും, ആമേൻ, സുവിശേഷം പറഞ്ഞപ്പോൾ, എല്ലാവരും വചനം പ്രഖ്യാപിച്ചപ്പോൾ, എല്ലാവരും ധൈര്യത്തോടെ വചനം പറഞ്ഞപ്പോൾ, എല്ലാരിലൂടെയും അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ വീട്ടിനകത്ത് ദൈവവചനം പറയണം. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കണം. നിങ്ങളുടെ കുടുംബജീവിതത്തോട് നിങ്ങൾ വചനം പറയണം. നിങ്ങളുടെ, ഹല്ലേലൂയ, ആമേൻ, നിങ്ങളുടെ സമ്പത്തിനോട്, നിങ്ങളുടെ ആരോഗ്യത്തോട്, നിങ്ങളുടെ ശരീരത്തോട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ദൈവവചനത്തെ പ്രഖ്യാപിച്ച്, ദൈവവചനത്തെ വിളിച്ചു പറഞ്ഞ്, നിങ്ങൾ പറയുന്ന വചനത്തിന് സൃഷ്ടിക്കുന്ന പവറുണ്ട്. കാരണം എന്താണെന്നറിയാം? അത് നിങ്ങളുടെ നാവിൽ ഉള്ളത് ദൈവത്തിന്റെ വചനമാണ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ എൻ്റെ വചനത്തെ നിന്റെ നാവിലാക്കുക. പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, ആ വചനം നിങ്ങളുടെ നാവിലുണ്ട്. ആ വചനം നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ സ്ഥിതി മാറും, നിശ്ചയമായിട്ട് മാറും. ഹല്ലേലൂയ. ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥിക്കുന്നു, അതൊന്നും നിങ്ങൾ കാര്യമായിട്ട് എടുക്കരുത്. ഞാൻ പറയട്ടെ, നിങ്ങൾ കേൾക്കുന്ന വചനം, നിങ്ങൾ ദൈവവചനം വായിക്കണം, നിങ്ങൾ ദൈവവചനം കേൾക്കണം. എന്നിട്ട് നിങ്ങളുടെ സാഹചര്യങ്ങളോട് ചേർന്ന് ദൈവവചനത്തെ പ്രഖ്യാപിച്ച്, അത്ഭുതങ്ങൾ ഇരിക്കുന്ന ആരോ വ്യക്തിയുടെ കൈവെപ്പിലല്ല, ഏതോ വ്യക്തിയുടെ അഭിഷേകത്തിലല്ല അത്ഭുതം ഇരിക്കുന്നത്, നിങ്ങളുടെ അകത്താണ് വചനം ഇരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ആ വചനത്തെ എടുത്തു പറഞ്ഞ് നിങ്ങളിൽ അസാധാരണ കാര്യങ്ങളെ ചെയ്യാൻ ദൈവം മതിയായവനാണ്. പ്രൈസ് ഗാഡ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ്, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജീവിതത്തിനകത്ത് കർത്താവ്, ഹല്ലേലൂയ, ഭാരപ്പെട്ട് ചുമടുകൾ ചുമന്ന് മടുത്ത്, ആമേൻ, ഞാൻ എത്ര നാളത് ചുമക്കുമെന്ന്, ഹല്ലേലൂയ, അകത്ത് ഭയത്തോടിരിക്കുന്നവർ, ഭാരത്തോടിരിക്കുന്നവർ, ഇപ്പൊ തന്നെ ചുമടുകൾ മാറട്ടെ, ആ ഭാരങ്ങൾ മാറട്ടെ. കർത്താവെ, അവരുടെ നിരാശകളെ മാറുന്ന പോലെ ദൈവവചനം ആ വീടിനകത്ത് ക്രിയ ചെയ്യട്ടെ. കർത്താവെ, കിടന്ന കിടക്കിൽ കിടക്കുന്ന ആൾ എഴുന്നേൽക്കട്ടെ. കർത്താവ്, രോഗസൗഖ്യം ഉണ്ടാകട്ടെ,
സാമ്പത്തികമായ ആമേൻ തകർച്ചകൾ മാറട്ടെ കർത്താവ്. ആമേൻ ഹല്ലേലൂയ പ്രത്യാശയുള്ളവരായിട്ട് മാറട്ടെ. ധൈര്യത്തോടെ എഴുന്നേറ്റ് നിൽക്കട്ടെ കർത്താവ്. അവരെ വ്യക്തികളായി കുടുംബങ്ങളായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ആമേൻ. ആ ദേശത്ത് അവരായിരിക്കുന്ന ദേശത്ത് ഇവരൊരു അടയാളമാക്കി നിർത്തുന്നതിനായി സ്തോത്രം. ആ ഭവനത്തിനകത്ത് കർത്താവ് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ സ്വർഗീയ പിതാവിന്റെ വലിയ മഹത്വവും തേജസ്സും പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയും ആ ഭവനത്തിനകത്ത് ഇറങ്ങട്ടെ കർത്താവ്. കർത്താവ് അങ്ങ് അത്ഭുതം ചെയ്തു കഴിഞ്ഞായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങൾ ഈ പ്രോഗ്രാം കാണാനായിട്ട് സമയം കണ്ടെത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ഈ പ്രോഗ്രാം കാണുകയും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഏകദേശം 1 മണിക്കൂറോളം വരുന്ന ഒരു ദൈവവചന പഠന പദ്ധതിയുണ്ട്. സൗജന്യമായിട്ടാണ്. പഠന പദ്ധതി എന്ന് പറയുന്ന പുസ്തകം, അതിന് ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ എക്സാം അങ്ങനൊന്നുമല്ല. എല്ലാ ദിവസവും ഒരുമിച്ച് കൂടി ദൈവവചനം പഠിക്കും. അതിനുള്ള അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പ്രവേശിക്കാനുള്ള, അതിൽ ജോയിൻ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിൽ കാണുന്ന, ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. എന്ന് നിങ്ങൾക്ക് അതിൻ്റെ വിശദ വിവരങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഞങ്ങളുടെ പ്രോഗ്രാമിനെ കുറിച്ചും ഒക്കെ അറിയാൻ താല്പര്യമുള്ളവർ www.tentofglory.org എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും സാക്ഷ്യങ്ങളും ഞങ്ങളുമായിട്ട് പങ്കുവെക്കുക. അനേകരുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുന്ന ആമേൻ ദൈവവചനത്തെ നമുക്ക് ഒരുമിച്ച് ആയിരങ്ങളിലേക്ക് എത്തിക്കാം. നിങ്ങൾ ഈ പ്രോഗ്രാമിന് പങ്കാളികളാകാനായിട്ട്, ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക. എല്ലാ നിലയിലും നിങ്ങൾക്കിതിന് പങ്കാളികളാകാനുള്ള അവസരങ്ങളുണ്ട്. ആമേൻ. ഒരുമിച്ച് ദൈവവചനത്തിൻ്റെ വെളിപ്പാടിൽ, അറിവിൽ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.